എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. 2026 ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ +2 ഫിസിക്സ് ആൻഡ് മാത്സ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് 24-ലെയും 25-ലെയും നോട്ടിഫിക്കേഷനകത്തുണ്ടായിരുന്നു. 26-ൽ അത് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര വേക്കൻസിയാണ് ഉള്ളത്, അത് വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത്, എങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ, ഇതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഗ്രേഡ് 3-ൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗറി നമ്പർ 14 എന്നാണ് ആ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനകത്ത് നോക്കിയിട്ട് കാറ്റഗറി നമ്പർ 14-ാമത്തെ പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന് +2 ഫിസിക്സ് ആൻഡ് മാത്സ് മാത്രമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് IT വേണം നിർബന്ധമില്ല. ഫിസിക്സും മാത്സും +2-ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത്. അപ്പോൾ ഇതിന് നമ്മുടെ ഏതൊക്കെ RRBസിലാണ് ഒഴിവുള്ളത്, ഇതിൻ്റെ മറ്റ് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ യോഗ്യതകൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ള ആളുകൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ തന്നെ OBC-കാർക്ക് 3 വർഷവും SC/ST-കാർക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട്, ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം വരുന്നത് ക്വാളിഫിക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്, അതിനുശേഷം +2-ൽ ഫിസിക്സും മാത്സും നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ B1 എന്താണെന്നുള്ളത് സംശയം വരാം, അതിനെപ്പറ്റിയും ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, നിങ്ങൾ PWBD കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OL 1 ലെഗ്, ലെപ്രസി ക്യൂർഡ്, ഡ്വാർഫിസം, ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, അതുപോലെ തന്നെ സ്പൈനൽ ഡിഫോമിറ്റി ഉള്ള ആളുകൾക്ക് അവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. HIV കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് വിഷ്വലി ഇമ്പയർഡോ ഹിയറിംഗ് ഇമ്പയർമെന്റോ ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം നിങ്ങൾ എന്തായിരിക്കും, ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫീസ് വരുന്നത് 500 രൂപയാണ്. 500 രൂപ ഫീസ് അടയ്ക്കുന്നതിൽ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഫീ റിലാക്സേഷൻ ഉണ്ട്. ആർക്കൊക്കെ? SC/ST, എക്സ് സർവീസ്മാൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, EBC കാറ്റഗറിക്കാർക്ക് 250 രൂപ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ ഇത് ഭീമമായിട്ടുള്ളൊരു തുകയാണെങ്കിൽ 500 രൂപ 250 രൂപയൊക്കെ ഫീസ് കൊടുത്ത് എക്സാമിന് അപ്ലൈ ചെയ്യണോ, അതിന് മാത്രം സാധ്യതയുണ്ടോ, ഒഴിവുണ്ടോ എന്നൊക്കെ സംശയം വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 500 രൂപ അടയ്ക്കുന്നവർ നിങ്ങൾ എക്സാം പോയി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 250 രൂപ വെച്ച് പൈസ അടയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 250 രൂപയും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ പൈസ അടച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അവസരങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും വന്ന് കിട്ടുന്നതാണ്. ആ അവസരങ്ങൾ പരമാവധി പഠിച്ച് അതിൽ തന്നെ ഒരു ജോലി നേടി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രായപരിധിയിൽ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും EWSകാർക്കുമാണ് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പ്രായപരിധി വരുന്നത് 2/7/96 ജൂലൈ മാസം 2-ാം തീയതി 1996-നോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ OBC കാറ്റഗറിയിലുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ജൂലൈ 2, 1993-നോ അതിനുശേഷമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ജൂലൈ 2, 1991-നോ അതിനുശേഷമോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രായപരിധി വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്വാഭാവികമായിട്ടും സംശയം വരാൻ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. എന്താണ് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ എക്സാംസിൻ്റെ പോസ്റ്റിനകത്തും അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ BP ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ BP ഇറഗുലർ ആവാനായിട്ട് പാടില്ല, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈൽസ്, ഹെർണിയ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് ആണോ നോക്ക് നീ ആണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പകർച്ചവ്യാധികൾ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൈകാലുകൾക്ക് എന്തെങ്കിലും
പൊട്ടലോ അല്ലെങ്കിൽ എല്ല് പൊട്ടുകയോ മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പല്ലുകളാണോ ഉള്ളത് എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാത്തിനുപരി നിങ്ങളുടെ കണ്ണ് അവർ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഐ ടെസ്റ്റ് റെയിൽവേ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിനകത്ത് എന്തൊക്കെയാണ് അവർ പരിശോധിക്കുന്നുണ്ടായിരിക്കുക? ഡിസ്റ്റൻസ് വിഷൻ 6/9 ഓർ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. കണ്ണട ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ നിങ്ങളുടെ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറയുന്നത് 6/9 6/12 ആയാൽ മതി. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇനി കണ്ണട ഉപയോഗിച്ചുകൊണ്ടുള്ള പവർ ആണെങ്കിൽ കണ്ണടയുടെ പവർ 4 ഡയോപ്റ്റർ 4D ആയിരിക്കണം. 4Dക്കകത്ത് പവർ വരുന്ന കണ്ണടയായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ 6/9 ആണോ 6/12 ആണോ നിങ്ങളുടെ പവർ, അതിന് താഴെയാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ഒരു ക്ലിനിക്കിൽ ചെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം നിയർ വിഷന്റെ കാര്യമാണ്. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ലാത്തൊരു കാറ്റഗറിയാണ് നിയർ വിഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഏജിങ് പോപ്പുലേഷനിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്ര പ്രശ്നം വരാൻ സാധ്യതയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കുട്ടികൾ പലപ്പോഴും ഈ ടെസ്റ്റിന് ചെന്നിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അവർ കളർ ബ്ലൈൻഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കളർ വിഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, അതുപോലെ തന്നെ മെസോഫിക് വിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ മെഡിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ടെസ്റ്റുകൾ, BP, ഷുഗർ തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും, എക്സ്റേ, ECG എല്ലാവരും എടുക്കും. അതിൻ്റെ പുറത്ത് ഐ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാറ്റഗറി B1 എന്ന് പറയുന്ന മെഡിക്കൽ കാറ്റഗറി കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. കണ്ണടയുടെ പവർ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ് ആവാൻ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മെസോപിക് വിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പക്കയാണെന്നുള്ളതും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അപ്പോൾ പ്രായപരിധി വ്യക്തമായിട്ട് മനസ്സിലായി, നിങ്ങളുടെ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ് അല്ലേ. 10ാം ക്ലാസ് നിർബന്ധമായിട്ടും വേണം. RRB കണ്ടക്ട് ചെയ്യുന്ന നിലവിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എല്ലാ പോസ്റ്റുകൾക്കും മെട്രിക്കുലേഷൻ നിർബന്ധമാണ്. അതിപ്പോൾ ഗ്രൂപ്പ് D ആയിക്കോട്ടെ, നമ്മുടെ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, അവർ പറയുന്നുണ്ട് SSLC ഓർ മെട്രിക്കുലേഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ് നിർബന്ധമായിട്ട് വേണം. അതിനുശേഷം എന്താണ് വേണ്ടത്? +2 ഫിസിക്സോ മാത്സോ, +2 ഫിസിക്സ് മാത്സും കൈകാര്യം ചെയ്തിട്ടുള്ള കുട്ടികൾ, അത് ചിലപ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോമാത്സ് എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ ഫിസിക്സും മാത്സും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ്റെ പുറത്ത് ഈ പറയുന്ന IT-കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ട്രീഷ്യനോ ഇലക്ട്രോണിക്സ് മെക്കാനിക്കോ വയർമാനോ ആണെന്നുണ്ടെങ്കിൽ ആ ITI ട്രേഡുകൾ NCVT, SCVT സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. CCA സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 10th അതിനുശേഷം +2 ഫിസിക്സ് ആൻഡ് മാത്സ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കാറ്റഗറി 14ന്റെ യോഗ്യതകൾ. പ്രായപരിധി മനസ്സിലാക്കി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി, വിദ്യാഭ്യാസ യോഗ്യതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സ്വാഭാവികമായിട്ടും ഈ ജോലിയും ജോലിയുടെ സാലറി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുക. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ നോക്കുക. ഇതിന്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്, അസിസ്റ്റിംഗ് സീനിയേഴ്സ്, ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ സേഫ്റ്റി, കംപ്ലയൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. സാലറി ഇൻ ഹാൻഡ് ഒരു 35 to 40K ആണ് വരുന്നത്. ഇതിങ്ങനെ ഓടിച്ച് പറഞ്ഞു നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ടെക്നീഷ്യൻ ആയിട്ട് ഗ്രേഡ് 3 പോസ്റ്റിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി എവിടെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ലഭിക്കുന്നുണ്ടായിരിക്കാം? മിക്കവാറും ഒരു സ്റ്റേഷനിലായിരിക്കും പോസ്റ്റിംഗ് വരുന്നുണ്ടായിരിക്കാം. ഒന്നില്ലെങ്കിൽ ഒരു മേജർ സ്റ്റേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് സ്റ്റേഷൻസിൽ ഏതെങ്കിലും ഒരു ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ വരുന്നുണ്ടായിരിക്കാം. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സിഗ്നൽസ് എല്ലാം എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം അതിൻ്റെ കൺട്രോളിംഗ് പാനൽസ് എല്ലാം ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് വർക്ക് വരും. സ്റ്റേഷനകത്ത് വർക്ക് വരാം. സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിൽ ഇരിക്കുന്ന ആ പാനലിനകത്ത് വരുന്ന അതിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയറിങ്, അതിൻ്റെ മെയിൻ്റെനൻസ് അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, അതിന് ഏകദേശം 1 കിലോമീറ്റർ മുന്നേ തൊട്ട് തന്നെ നമുക്ക് സിഗ്നൽ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ
അതിൻ്റെ ഈ പറഞ്ഞ പോലെ റിപ്പയറിംഗ് മെയിൻ്റനൻസ് എല്ലാം നിങ്ങളാണ് നോക്കേണ്ടി വരിക. ഓഫ് കോഴ്സ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റിലുള്ള നിങ്ങൾക്ക് ലേബർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടി ടെക്നീഷ്യൻ ഗ്രേഡ് 2-ലും ടെക്നീഷ്യൻ ഗ്രേഡ് 1-ലുമുള്ള ആളുകളുണ്ടായിരിക്കും. അതിൻ്റെയും സുപ്പീരിയർ ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു എമർജൻസി ലീവ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ലെവൽ 7 പോസ്റ്റ് ആയിട്ടുള്ള സീനിയർ സെക്ഷൻ എഞ്ചിനീയറിൻ്റെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അനുവാദം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ജോബ് നേച്ചർ, ജോബ് ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വ്യക്തമായിട്ട് ഞാൻ ഇതിന് മുന്നേ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി സാലറി എന്ന് പറയുമ്പം അറൌണ്ട് 35 to 40K ഓളം സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമിൻ്റെ സ്റ്റേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 90 മാർക്ക് 100 ചോദ്യങ്ങൾ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷ അതടങ്ങുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. OMR അല്ല, കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ടെസ്റ്റാണ്. അതാണ് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതിന് മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ആ മാർക്ക് വാങ്ങിച്ച് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളെ എന്തിനു വിളിക്കും? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ITI സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്കിൻ്റെ അതിലേതാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരിക. ഇനി നിങ്ങൾ മറ്റേ +2 ഫിസിക്സ് ആൻഡ് മാത്സ് വെച്ചിട്ടാണെങ്കിൽ +2-ൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ആ സർട്ടിഫിക്കറ്റ് +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. 10ന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അതെല്ലാം എവിടെയാണ് വരുന്നത്? മറ്റ് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് അല്ലെങ്കിൽ റിസർവേഷൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡോക്യുമെന്റ്സ് നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സ്റേ, BP, ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ ECG, നിങ്ങളുടെ കണ്ണിൻ്റെ ടെസ്റ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റേജസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത്രയും സ്റ്റേജസ് ഉണ്ടോ എന്നായിരിക്കും പലരും ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം RRB കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ ജോലി കിട്ടാവുന്ന പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എളുപ്പം ഇൻ ദ സെൻസ് പഠിക്കാനുള്ള എളുപ്പത്തിലല്ല, ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ജോലിയിലേക്ക് കയറാം. അതിൻ്റെ പ്രോസസ്സ് വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം വരാം, ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പോൾ അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ്, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ്, അപ്പോൾ എവിടെ അപ്ലൈ ചെയ്യണം? അപ്പോൾ വേക്കൻസി ചാർട്ട് നമുക്കൊന്ന് നോക്കാം. വേക്കൻസി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറി 14ന്റെ വേക്കൻസി ചാർട്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള RRBs ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 21 RRBs ആണ് നമുക്കുള്ളത്. അതിൽ താഴെ കാണുന്ന 19, 20, 21 RRBകളിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ വേക്കൻസി 0 ആയിട്ട് കിടക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതോറും വേക്കൻസീസ് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഭാഗ്യവശാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള 2 RRB നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്, ട്രിവാൻഡ്രം ആൻഡ് ചെന്നൈ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു അവസരം തന്നെയാണ്. നിങ്ങൾക്ക് പുറം നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. ജോലി പരമാവധി നാട്ടിൽ തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ചെന്നൈ RRBയിലോ അതുപോലെ തന്നെ എവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ട്രിവാൻഡ്രം RRBയിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഏത് RRB സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ഇതിന് മുന്നത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ ഞാൻ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി നോക്കുക. കമ്മ്യൂണിറ്റി വൈസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഏത് RRBയിലാണോ ഉള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരം RRBയിൽ UR വേക്കൻസി വരുന്നത് 11 ആണ്. തിരുവനന്തപുരം RRBയിൽ UR വേക്കൻസി വരുന്നത് 11 ആണ്. ഈ 11 ഒഴിവുകളിലേക്ക് SC-കാർക്കും ST-കാർക്കും OBC-കാർക്കും EWS-കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ OBC-യുടെ ടോട്ടൽ ട്രിവാൻഡ്രത്തെ ഒഴിവ്, OBC-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ട്രിവാൻഡ്രത്തെ ഒഴിവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? OBC-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 11 പ്ലസ് OBC-കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 7 ഒഴിവുകൾ, അതായത് 18 ഒഴിവാണ് വരുന്നത്. ഇത് എവിടെയാണ്? ട്രിവാൻഡ്രത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി SC-കാരുടെ ഒഴിവ് എത്രയാണ്? 11 പ്ലസ് 4 അല്ലേ? 11 പ്ലസ് 4 എത്ര ഒഴിവാണ്? 15 ഒഴിവാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഇനി ST-കാരുടെ ഒഴിവ് എത്രയാണ്? 11 പ്ലസ് 9 എത്ര ഒഴിവ് വന്നു? 20 ഒഴിവാണ് ST-കാർക്കുള്ളത്. ഇനി EWS-കാരുടെ ഒഴിവ് എത്രയാണ്? 11 പ്ലസ് 3 എത്ര വരുന്നു? 14 വേക്കൻസീസ് ആണ് എവിടെ ഉള്ളത്? നമ്മുടെ ട്രിവാൻഡ്രം RRBയിലുള്ളത്. ഇനി ചെന്നൈ RRB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ചെന്നൈ RRBയിൽ OBC-കാരുടെ ഒഴിവ് എത്രയാണ്? 16 പ്ലസ് 6 അല്ലേ? 16 പ്ലസ് 6 അപ്പോൾ എത്രയായി? 22 വേക്കൻസി ആയി. SC-കാരുടെ ഒഴിവ് എത്രയാണ്? 16 പ്ലസ് 6 വീണ്ടും എത്രയാണ്? 22 വേക്കൻസീസ് ആയി.
എസ് ടിക്കാരുടെ ഒഴിവ് എത്രയാണ്? 16 പ്ലസ് എസ് ടിക്ക് 2 ഒഴിവേ ഉള്ളൂ. എത്ര വന്നു? 18 അല്ലേ? ഇ ഡബ്ല്യു എസുകാരുടെ വേക്കൻസി എത്രയാണ്? ഇ ഡബ്ല്യു എസ് വേക്കൻസി എത്രയാണ്? ഇ ഡബ്ല്യു എസിൻ്റെ വേക്കൻസി വരുന്നത് 16 പ്ലസ് 3 എത്രയാണ്? 19 ഒഴിവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചെന്നൈ RRBയുടെ വേക്കൻസി ചാർട്ട് വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വേക്കൻസീസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ട്രിവാൻഡ്രം RRBയിൽ വേക്കൻസീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ കമ്മ്യൂണിറ്റി വൈസിൽ. ഇപ്പോൾ OBC നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് 18 ഒഴിവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 22 ഒഴിവാണ്. SC ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 22 ആണ്. ST ആണെങ്കിൽ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 18 ആണ്. EWS ആണെങ്കിൽ ഇവിടെ 14 ആണെങ്കിൽ ഇവിടെ 19 ആണ്. അപ്പോൾ ആ രീതിയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. URകാരാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലാണ് 16 ഒഴിവ്, മറ്റോടത്ത് 11 ഒഴിവാണ് ഉള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രിവാൻഡ്രം RRBയിൽ 11 ഒഴിവും ചെന്നൈ RRBയിൽ 16 ഒഴിവും. അപ്പോൾ ചെന്നൈയിലെ ഒഴിവ് കൂടുതലാണ്, 16 ഒഴിവുണ്ട്, 5 ഒഴിവ് കൂടുതലാണ്. നിങ്ങൾ ചെന്നൈ RRB അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടെ സൈഡ് നോട്ടായിട്ട് മനസ്സിലാക്കി വെക്കുക. ചെന്നൈ RRBയിൽ 16 ഒഴിവുണ്ട് എന്ന് പറയുമ്പോൾ ചെന്നൈ RRBയിലെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് ചിലപ്പോൾ ട്രിവാൻഡ്രം RRBയുടെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആളുകളായിരിക്കാം അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടെ അവിടെ മാറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് വേക്കൻസി ചാർട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു ജോലിയല്ല. 2025 ചെന്നൈ RRBയുടെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 90.47 ആണ്. അപ്പോൾ 90ൽ മുകളിൽ കട്ട് ഓഫ്, 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, 100 ചോദ്യങ്ങളാണ്. അതിൽ 90 മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. 340 ഒഴിവ് ടോട്ടൽ ഉണ്ട്. ഇപ്പോൾ ചെന്നൈ RRB നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 34ഓളം ഒഴിവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ ഇത്രയും മാർക്ക് വാങ്ങിച്ചാൽ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ 90% എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം മാർക്കാണ്. അത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചിട്ട് പോലും ജോലി കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കുന്ന അർത്ഥം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ജോലിയിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ 2-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വേണ്ടിയിട്ട് പ്രത്യേകിച്ച്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ആ വെബിനാറിന് പങ്കെടുക്കുന്നത് ഒരു ഫ്രീ വെബിനാറാണ്. അതിൻ്റെ ഗൂഗിൾ ഫോം നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു രജിസ്ട്രേഷൻ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കാറ്റഗറി നമ്പർ 14 പറ്റിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതിൻ്റെ ഏജ്, ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ വേക്കൻസി ചാർട്ട്, എവിടെ അപ്ലൈ ചെയ്യണം, എവിടെ വേക്കൻസി കൂടുതലാണ്, ഏത് കമ്മ്യൂണിറ്റിക്കാണ് വേക്കൻസി കൂടുതലുള്ളത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുത്ത് നമ്മുടെ അടുത്ത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം വേക്കൻസിയിൽ അടുത്ത വർഷം വേക്കൻസി കൂടുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഓരോ വർഷവും കിട്ടുന്ന അവസരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് മുറുകെ പിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.